നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈ വർഷം മറ്റൊരു IPO കൂടി വന്നിരിക്കുകയാണ്. ഇൻഡിഗോ പെയിൻസിൻ്റെ ഇഷ്യൂ ആണത്. നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ IPO വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ഇൻഡിഗോ പെയിൻസിൻ്റേതാണ്. ജനുവരി 20 മുതൽ 22 തീയതി വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇൻഡിഗോ പെയിൻസിനെ കുറിച്ച്. വളരെയധികം പരസ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇതിൻ്റെ അംബാസഡറായിട്ട് പല TV പരസ്യങ്ങളിൽ കാണാറുള്ളത്. എന്തായാലും ഏഷ്യൻ പെയിൻസിന് പുറകിൽ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ വരെ എത്തി നിൽക്കുന്ന ഒരു പെയിൻറ് കമ്പനിയാണിത്. എന്തായാലും അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയുടെ IPOയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പ്രധാനമാണ്. ഇതുപോലെയുള്ള IPO വീഡിയോകൾ കൂടുതലായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ കിട്ടിയേ പറ്റൂ. ഓക്കെ, മുൻനിരയിൽ നിൽക്കുന്ന ഈ പെയിന്റ് കമ്പനി എല്ലാത്തരം വൈഡ് റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇമൽഷൻസ്, എനാമൽ, വുഡ് കോട്ടിംഗ്, ഡിസ്റ്റംബർ, പ്രീമിയേഴ്സ്, പിന്നെ പുട്ടീസ്, സിമെന്റ് പെയിന്റ്സ് എല്ലാം തന്നെ ഇവരുടെ വൈഡ് റേഞ്ചിൽ പെടുന്നത്. പ്രധാനമായിട്ട് 3 പ്ലാന്റുകളാണ്, നിർമ്മാണശാലകളാണ് ഇൻഡിഗോ പെയിൻസിനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജോധ്പൂരിലാണ്, രാജസ്ഥാനിൽ. പിന്നെ ഉള്ളത് കൊച്ചിയിലാണ്. കേരളത്തിൽ കൊച്ചിയിൽ ഇവർക്ക് പെയിന്റ് നിർമ്മാണശാലയുണ്ട്. അതുപോലെ തന്നെ പുതുക്കോട്ടയിൽ, തമിഴ്നാട്ടിലും ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. ഇവരുടെ വാർഷികമായിട്ട് ലിക്വിഡ് പെയിൻസിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് 1,01,903 കിലോലിറ്റേഴ്സാന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പുട്ടീസും ഈ പൗഡർ പെയിൻസും ഇതെല്ലാം 93,118 മെട്രിക് ടൺസാണ് ഇവരുടെ ആകെ ഉൽപ്പാദനം പറയുന്നത്. ഇപ്പോൾ ഈ പബ്ലിക് ഇഷ്യൂ വഴി സമാഹരിക്കുന്ന ഫണ്ട് അവർ പുതുക്കോട്ടയിലുള്ള, തമിഴ്നാട്ടിലുള്ള അവരുടെ പ്ലാന്റ് വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതായത് അവിടുത്തെ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നത് 50,000 കിലോലിറ്റർ പെർ ആനം, അത്രയും അവിടുത്തെ മാത്രം കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പോൾ ഈ ഇഷ്യൂ വഴി ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടർമാരെന്ന് പറഞ്ഞാൽ ഹേമന്ത് ജലാൻ, അനിത ജലാൻ, പരാഗ് ജലാൻ, പിന്നെ കമല പ്രസാദ് ജലാൻ, താരാദേവി ജലാൻ ഒക്കെ ഒരു ഫാമിലിയിൽ വരുന്ന, പിന്നെ ഹലോജൻ കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലും ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവരെയാണ് പ്രധാനപ്പെട്ട ഈ പെയിന്റ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് പെയിന്റ്സ് ആണ് ഇവർ മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള പലതും. അതിലെ ചിലതിൻ്റെ പേരുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് എമൽഷൻസ്, ടൈൽ കോട്ട്. നമ്മൾ ടൈൽ കോട്ടിൻ്റെയൊക്കെയാണ് ആഡ് സാധാരണ ധോണിയൊക്കെ വെച്ചിട്ട് കാണാറുള്ളത്. പിന്നെ വാൾ പെയിൻറ്റ്സ് ഒക്കെ, ബ്രൈറ്റ് സീലിംഗ് കോട്ട്സ്, പിന്നെ ഫ്ലോർ കോട്ട് എമൽഷൻസ്, ഡർട്ട്, പിന്നെ വാട്ടർ പ്രൂഫ് എക്സ്റ്റീരിയർ ലാമിനേറ്റ്, പിന്നെ എക്സ്റ്റീരിയർ, പിന്നെ ഇൻറ്റീരിയർ അക്രലിക് ലാമിനേറ്റ്, പിന്നെ PU സൂപ്പർ ഗ്ലോസ് ഇനാമൽ. അങ്ങനെ പലതരത്തിലുള്ള പെയിൻറ്റുകളുടെ രൂപഭേദങ്ങളാണ് ഈ പറയുന്നത്. ഇതെല്ലാം തന്നെ ഡെക്കറേറ്റീവ് പെയിൻറ്റ്സിൽ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതെല്ലാം ഇൻഡിഗോയുടെ പ്രോഡക്റ്റുകളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് 36 ഡിപ്പോകളുണ്ട് ഇൻഡിഗോയ്ക്ക്. അതുപോലെ തന്നെ 11,230 ആക്റ്റീവ് ഡീലേഴ്സും. അതൊക്കെ വലിയൊരു നമ്പർ തന്നെയില്ലേ. ഇപ്പോൾ മാത്രമല്ല 4,296 ഡീലേഴ്സിന് ടിൻറ്റിങ് മെഷീൻസ് പറയാം, ഈ പെയിൻറ്റ് നിറയ്ക്കുന്ന അതിനുള്ള മെഷീനറി സംവിധാനങ്ങളെല്ലാം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്പർ 1 പെയിൻറ്റ് കമ്പനി ആയിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഡീലേഴ്സിൻ്റെ നെറ്റ്വർക്ക് കഴിഞ്ഞ മാർച്ചിലെ നോക്കുകയാണെങ്കിൽ 70,000 ഡീലേഴ്സ് ഉണ്ട് ഏഷ്യൻ പെയിൻറ്റ്സിന്. ഇൻഡിഗോയ്ക്കാണെങ്കിൽ 11,230 ആണ് ഇപ്പോൾ ഡീലേഴ്സിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ അത് 70,000 ഉണ്ടെങ്കിൽ ഇവർക്ക് 11,230. ഇവർ 4ാമത്തെയോ 5ാമത്തെയോ സ്ഥാനത്തേക്ക് എത്തിപ്പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇൻഡിഗോ എന്ന് പറഞ്ഞ പെയിൻറ് കമ്പനി. രാജ്യത്ത് അതിവേഗത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ പെയിൻറ്റ്സ് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഇതിൻ്റെ ഈ ഫിനാൻഷ്യൽസ് കാണിക്കുന്നത്. 2018 മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ റവന്യൂ തന്നെ കണ്ടില്ലേ, ഇതെല്ലാം ഓരോ വർഷവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ വർഷം ഇതുവരെയുള്ള ഫിനാൻഷ്യൽ കണക്കാണ് ഈ കാണിക്കുന്നത്. എല്ലാം കോടിയിലാണ്. ഇപ്പോൾ 418 403 കോടിയായിരുന്നത് 2020 ആയപ്പോൾ 626 കോടിയായിട്ട് അതിൻ്റെ റവന്യൂ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13.2 കോടിയായിരുന്നു 2018 അത് 2020 ആയപ്പോൾ നോക്കൂ 47.7 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇതുവരെ കാണുന്നത് 27.2 ഫിനാൻഷ്യൽ ഇയർലി പുതിയ ഇതിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പെൻസസിലും വർധന കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ചിലവാക്കുന്ന അതിൻ്റെ വികസനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. വിശകലനം നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറയുന്ന മുന്നിൽ നിൽക്കുന്ന ആ കമ്പനിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻഡിഗോ പെയിൻറ്റ്സിനെ കാണാൻ സാധിക്കും. കേരളത്തിൽ അതിന് പ്രാതിനിധ്യമുണ്ട്, അതിനൊരു പ്ലാന്റ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് കൊച്ചിയിലാണെന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഡിഗോ പെയിൻറ്റ് ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇറക്കുന്നത് 300 കോടി രൂപയ്ക്കുള്ള ഷെയർസാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടാതെ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് 58,40,000 ഷെയർസ് ഉണ്ട്. അത് സെക്വയ ക്യാപിറ്റൽ പോലെയുള്ള ഇവരുടെ ജലാൻ ഫാമിലി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഓഹരികളാണ്. ഈ ഓഹരികൾ ഈ 300 കോടി രൂപയ്ക്കുള്ള മറ്റ് ഓഹരികളും കൂടി ചേരുമ്പോൾ അത് ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,176 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ 300 കോടി ഫ്രഷ് ഇഷ്യൂവും ബാക്കി വരുന്നത് ഓഫർ ഫോർ സെയിലാണ്. അത് പ്രൊമോട്ടേഴ്സ് വിറ്റ ഷെയർസ് ആയിരിക്കും. അതിൻ്റെ പൈസ അവർ കൊണ്ടുപോകും. കമ്പനിയിലേക്ക് വരുന്നത് ഈ 300 കോടി മാത്രമാണെന്നുള്ളത് നമ്മൾ അറിയണം. ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികൾ ടോട്ടൽ ഇഷ്യൂ ചെയ്യുന്നതിന് 35% നമ്മൾ റീറ്റെയിലേഴ്സിന് തരുന്നത്. അതിൽ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ആ അപ്പോൾ IPO സംബന്ധിച്ച് നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം. IPO ഓപ്പൺ ചെയ്യണത് 20-ാം തീയതി, ജനുവരി 20-ാം തീയതിയാണ്. 22-ാം തീയതി ക്ലോസ് ചെയ്യും. IPOയുടെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു 1,176 കോടിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 300 കോടി രൂപയ്ക്കുള്ളതാണ്. ബാക്കി ഉള്ളത് ഓഫർ ഫോർ സെയിലാണ്, അതായത് പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നത്. രണ്ടും കൂടി ചേരുമ്പോഴാണ് 1,176 കോടി രൂപയ്ക്കുള്ള IPO സൈസ് എന്ന് പറയുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഇനി പ്രൈസ് ബാൻഡ് എത്രയാണ്? 1,500 രൂപയാണ്. അതിൻ്റെ 1,480 മുതൽ 1,500 വരെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് പ്രൈസ് 1,500 രൂപയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. 35% റീറ്റെയിലേഴ്സിനുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മിനിമം ലോട്ട് സൈസ് എത്രയാണ്? അപ്പോൾ 10 ഷെയർ അല്ലേ? 15,000 റുപ്പീസ് ആണല്ലോ മിനിമം അപ്ലൈ ചെയ്യേണ്ട എമൗണ്ട്. അപ്പോൾ 10 ഷെയറാണ് മിനിമം ലോട്ട് അപേക്ഷിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നമ്പർ 10 ഷെയറാണ്. മാക്സിമം എത്രയാണ്? 130 ഷെയർ. അതായത് 2 ലക്ഷം രൂപ വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ആവൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 130 ഷെയർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1,95,000 രൂപ വരും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റാണ്, ജനുവരി 28 എന്ന് പറയുന്നത്. റീഫണ്ട് വരുന്ന ഡേറ്റാണ് 29-ാം തീയതി ജനുവരി. നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഷെയർ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നത് 1-ാം തീയതിയാണ്, ഫെബ്രുവരി 1-ാം തീയതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, അതായത് 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി ഈ ഷെയർ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അപ്പോൾ ആ കിട്ടിയവർക്കൊക്കെ വേണമെങ്കിൽ അന്ന് മുതൽ സെക്കൻഡറി മാർക്കറ്റിൽ ഇതിൻ്റെ കച്ചവടം നടത്താവുന്നതാണ്. ഇൻഡിഗോ പെയിൻറ്റിൻ്റെ ഷെയർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? അത് അസ്ബ വഴിയാണ് സാധാരണ നിലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അസ്ബ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബ്ലോക്ക്ഡ് എമൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കയറുക. അതിൽ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഇൻഡിഗോ പെയിൻറ്റ്സ് കാണും, അത് സെലക്ട് ചെയ്താൽ മതി ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ഷനിലായിട്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അറിയില്ലാത്തവർ നമ്മളിത് അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷെയർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അസ്ബ എന്താണെന്നൊക്കെയുള്ള വീഡിയോകൾ കിടപ്പുണ്ട്. അത് പഴയ ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി അത് കണ്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഒരു ബ്രോക്കറുടെ അടുത്ത് ഇതുവരെ അക്കൗണ്ട് ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നും പറ്റില്ല, ആപ്ലിക്കേഷൻ തന്നെ വേണം, ഓൺലൈനായിട്ട് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ NSEയുടെയും BSEയുടെയും ഇത് രണ്ടിൽ ഏതിലെങ്കിലും വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അവിടുന്ന് ഫോംസ്, IPO ഫോംസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫില്ല് ചെയ്ത് ബാങ്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്തായാലും സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്തൊരു അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മറക്കരുത്.
ഇനി ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ആരാന്ന് നോക്കാം. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ ഓഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി, എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ICICI സെക്യൂരിറ്റീസ്. ഇവരാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ ശുഭാശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ.